ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രൗസിങ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ജസ്റ്റ് സെറ്റ് ഈ ഒരു 3 ഡോട്ട്സ് എടുത്തിട്ട് അതിൽ ഡിലീറ്റ് ബ്രൗസിങ് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നമുക്ക് എത്ര വേണം, എത്ര വരെ വേണം, എത്ര ലാസ്റ്റ് 4-7 ഡേയ്സ് ആണെന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ഡാറ്റ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡിലീറ്റ്. ഓക്കെ, കുറച്ച് സമയം എടുക്കും, പക്ഷേ ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് ആ ഡോട്ട്സ് എടുത്തു അതിൽ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ബ്രൗസിംഗ് ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു ബുക്ക് മാർക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആവശ്യമുള്ള സൈറ്റുകൾ പിന്നെയും നമുക്ക് റീവിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആക്കി വെക്കാവുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ബുക്ക് മാർക്ക് എന്ന് വിളിക്കുക. സോ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബുക്ക് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. എനിക്കൊരു സൈറ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് വാട്ട് ഈസ് മൈ IP അഡ്രസ് എന്നുള്ളത് ആ സൈറ്റ് എനിക്കൊന്ന് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. പക്ഷെ എനിക്കൊരു ഇതുപോലെ ഇങ്ങനെ കാണണ്ട, എനിക്കൊരു ന്യൂ ഫോൾഡർ ആയിട്ട് തന്നെ വരണം. ഞാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തു, എൻ്റെ സൈറ്റ് എടുത്തു. സൈറ്റ് എടുത്ത ശേഷം ഡിസ്പ്ലേ എങ്ങനെ കാണാം, നമ്മൾ നേരത്തെ പോപ്പപ്പ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാണും തേർഡ് പാർട്ടി കുക്കീസ് ബ്ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞ് കാണിക്കണേ. ഇതിൽ ഞാൻ ഓക്കെ ജസ്റ്റ് ഇത് ഞാൻ ബുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് വെറുതെ ആ സ്റ്റാർ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും, എന്താ വെച്ചാൽ ഫോൾഡർ ഏതാ വേണ്ടതെന്ന്. നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂസ് അനദർ ഫോൾഡർ എന്ന് കൊടുക്കുക, ന്യൂ ഫോൾഡർ കൊടുക്കുക, ജസ്റ്റ് ട്രൈ. ഓക്കെ, ട്രൈ എന്ന് പറയാൻ കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സാധനം ആ ഫോൾഡറിൽ പോയിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ട്രൈ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഇത് കിടക്കണത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യും, അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് കൂടി സ്റ്റാർ അമർത്തിയാലേ ബുക്ക് മാർക്ക് ആവുള്ളൂ. ഇത് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ബുക്ക് മാർക്സ് ആൻഡ് ലിസ്റ്റ് എടുക്കുക. അതിൽ കണ്ടോ റീഡിങ് ലിസ്റ്റ്, ഷോ ബുക്ക് മാർക്ക് പറയുന്ന സാധനം. അതിൽ നമുക്കിങ്ങനെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഈ ബുക്ക് മാർക്സ് ആൻഡ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഷോ ബുക്ക് മാർക്സ്, ഓൾ ബുക്ക് മാർക്സ്, ബുക്ക് മാർക്ക് മാനേജർ, ബുക്ക് മാർക്ക് ഓൾ ടാബ്സ്, ബുക്ക് മാർക്ക് ദിസ് ടാബ്. ദർ ആർ സോ മെനി ഓപ്ഷൻസ് കുറേ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ താഴത്തെ ആരോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ട്രൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, ഫോൾഡർ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, അതിലത്തെ വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് വാട്ട്സ് മൈ IP അഡ്രസ് എന്നാണ് ഇതിൽ കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ അഡ്രസ്സിലേക്ക് പോകാൻ പറ്റും. സോ ദാറ്റ്സ് ഹൗ എങ്ങനെയാണ് നമുക്കൊരു ബുക്ക് മാർക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ക്രോമിലൊരു എക്സ്റ്റൻഷൻ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കണ്ടോ, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ക്രോമിൻ്റെ സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ടാണ്. അതൊരു എക്സ്റ്റൻഷനാണ്. അതേപോലെ എനിക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഇവിടെ എന്തൊക്കെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ എനിക്കിതിപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ഫ്രം ക്രോം എന്നുള്ളത് ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ അത് പോയിക്കോളും. ഓക്കെ, ഇനി എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കണം, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ് എക്സ്റ്റൻഷൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സ്റ്റൻഷൻസ് കിട്ടും. അതിലിപ്പോൾ എനിക്കിപ്പോൾ ഒരു VPN ഉണ്ടാക്കണം, VPNൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലില്ല. അപ്പോൾ നമ്മൾ ക്രോമിലേക്ക് പോകണം. ജസ്റ്റ് ക്രോം വെബ് സ്റ്റോർ പോവുക. ക്രോം വെബ് സ്റ്റോറിലാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഫ്രീ VPN ഫോർ ക്രോം എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫീച്ചേർഡ് ആണ്. സോ റേറ്റ് ഒക്കെ ഇത് റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 4.6 ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ആഡ് ടു ക്രോം എന്ന് കൊടുക്കുന്നു. സോ കുറച്ച് സമയം എടുക്കും അതൊന്ന് ചെയ്യാൻ. ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ വരും, ജസ്റ്റ് അതും ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് എന്ത് ചെയ്യും, അത് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രോമിലേക്ക് അത് ആഡ് ആവും. ഓക്കെ, ഇറ്റ്സ് ടേക്കിംഗ് ലിറ്റിൽ ടൈം. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ഓൾറെഡി ഇത് എന്തായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. റിമൂവ് ഫ്രം ക്രോം എന്നുള്ള ഓപ്ഷൻ, അതായത് കളയാൻ വന്നു. ഓൾറെഡി ഇപ്പോൾ ഇത് ഉണ്ട്, നമ്മുടെ ക്രോം ലിസ്റ്റിൽ അത് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഏത് സ്ഥലത്തെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത്. ഇതൊക്കെ ലോക്ക്ഡ് ആണ്. സോ നമുക്ക് ആകെ അത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവും ലിത്വാനിയുടെ VPNിലേക്ക്. അതായത് നമ്മൾ ഏതോ ലൊക്കേഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് എന്താ പറയുക, എൻ്റെ വാട്ട് ഈസ് മൈ IP അഡ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സുകളും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭാഷകൾ മാറി വന്നു. കാരണം ദിസ് ഈസ് നോട്ട് അവിടുത്തെ ഭാഷ അതല്ലല്ലോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ
ഉണ്ടോ ഇതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യും, നേരത്തെ വന്നതുപോലെയുള്ള വാല്യൂസ് ചേഞ്ച്ഡ്. ഓക്കെ, ബിക്കോസ് എന്താ പറയുക, നമ്മൾ വേറെ ഏതോ ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് വെച്ചിട്ടാണ് എല്ലാം ആക്സസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വന്നു. കാരണം എന്താ വെച്ചാൽ പകുതിയും ലിത്വാനിയൻ ഭാഷയിലേക്ക് മാറുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് വന്നു. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ വേറൊരു എന്താ പറയുക VPN-ലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് കളയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഫ്രീ VPN എടുക്കുക, അതിൽ നമുക്കിത് ഡിസ്കണക്ട് ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഡിസ്കണക്റ്റഡ്. ദെൻ കമ്മിങ് ബാക്ക്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്കത് ഈ ഒരു കോൺസെപ്റ്റ് മാറും. കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ഉണ്ടാവും പോയി. കാരണം എന്താ, ഇറ്റ്സ് ഇൻ അവർ IP അഡ്രസ്, നമ്മുടെ നെറ്റ്വർക്കിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഇനി അത് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് എക്സ്റ്റൻഷൻസ് എടുക്കാനും എന്താ പറയുക എക്സ്റ്റൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനും എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാനും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ ഏരിയാസുകളും, അതായത് ബ്ലോക്ക് എങ്ങനെ കുക്കീസ് ബ്ലോക്ക് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ഒരു പോപ്പപ്പ് ബ്ലോക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ തീംസ് മാറ്റുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ക്യാഷെ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡ് എടുക്കണം. നമുക്ക് ഓൾറെഡി ഇൻകോഗ്നിറ്റോ മോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇൻകോഗ്നിറ്റോ മോഡ് നമുക്ക് ഇവിടെ ജസ്റ്റ് ന്യൂ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് സാധനം വരും. ഇതാണ് ഇൻകോഗ്നിറ്റോ മോഡ്. ഇപ്പോൾ ഞാനിതിലോട്ട് സെർച്ച് ചെയ്യാൻ പോവാണ്, www.canva. ജസ്റ്റ് ഞാൻ ക്യാൻവ എടുക്കുകയാണ്. അപ്പോൾ ആ സൈറ്റിലേക്ക് ഞാൻ പോകുന്നു. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഞാൻ അവിടെ നിൽക്കുന്നു, പിന്നെ അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഒരിക്കലും നമ്മുടെ സെർച്ചിങ് ഹിസ്റ്ററിയിൽ ഈ ഒരു കോൺസെപ്റ്റ് വരില്ല, അതായത് ഈ ഒരു സംഭവം വരില്ല. ഞാൻ കുറച്ച് നേരം നിന്നു, ജസ്റ്റ് ഇങ്ങനെ അപ്പുറമൊക്കെ എടുത്തു, ജസ്റ്റ് ഒന്ന് പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും പോവാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്ത്, ഓക്കെ, ക്ലോസ് ചെയ്തിട്ട് വന്ന് ഇവിടെ ഞാൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എവിടെയും നമ്മുടെ എന്ത് കാണുന്നില്ല, നമ്മൾ ക്യാൻവയിൽ പോയ കാര്യം കാണാണ്ടോ. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പോയി കണ്ടേ ഉള്ളൂ, ആ സാധനം കാണാനില്ല. കാരണം എന്താ, ഇതിൽ നമ്മൾ യൂസ് ചെയ്ത് ഇൻകോഗ്നിറ്റോ മോഡായിരുന്നു. ദറ്റ് മീൻസ് ഹൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ ഒരിക്കലും ആ ഡീറ്റെയിൽസ് വരില്ല. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. ഇൻകോഗ്നിറ്റോ മോഡ് പറഞ്ഞു, IP അഡ്രസ്സിൻ്റെ കോൺസെപ്റ്റ്സ് പറഞ്ഞു, എക്സ്റ്റൻഷൻസിൻ്റെ കാര്യം പറഞ്ഞു, എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു, ആൻഡ് കുറച്ച് ബേസിക്സ് ഓഫ് നെറ്റ്വർക്കിംഗ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. സോ ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നുള്ളത്. ഓരോന്നും സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കിയും കൂടി പഠിക്കാം. ഓക്കെ, താങ്ക് യു.